ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ വേഗം ChatGPT വെച്ചിട്ട് എങ്ങനെ ഒരു JavaScript കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ സമയം കളയുന്നില്ല, വളരെ വേഗം തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നൽകുന്ന ക്രിയേറ്റ് HTML കാൽക്കുലേറ്റർ യൂസിങ് JavaScript എന്ന് നൽകുന്നു. കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നേരെ ഈ കോഡ് കോപ്പി ചെയ്യുന്നു. ഇവിടെ കാണാൻ സാധിക്കും കോപ്പി കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ആറ്റം എന്ന് പറയുന്ന എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഞാനൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിലേക്ക് ഞാൻ ഈ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പേസ്റ്റ് നൽകുന്നു. ഓക്കെ, ഞാനതിനെ സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിലെ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ അകത്ത് calc.html എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ അത് റൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനത് വെബ് പേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് ഞാൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ വന്നു റൈറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്രോമിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് ഇൻപുട്ട് നൽകുക. അതിനുശേഷം ഇവിടെ നിന്ന് ഓപ്പറേറ്റർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ 10 നൽകുന്നു. അതിനുശേഷം ഇവിടെ 20 നൽകുന്നു. ഓക്കെ, അതിനുശേഷം ഓപ്പറേറ്റർ സെലക്ട് ചെയ്യുന്നു. പ്ലസ് ആണോ മൈനസ് ആണോ ഇൻറ്റു ആണോ ചെയ്യേണ്ടത്. നമ്മളിവിടെ പ്ലസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈക്വൽ സൈൻ നൽകുന്നു. അപ്പോഴേക്കും 10 + 20 30 എന്ന് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓപ്പറേറ്റർ നമുക്ക് മാറ്റി നൽകാം. പ്രോഡക്റ്റ് കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർ നൽകുന്നു. അതിനുശേഷം ഇപ്പോൾ 200 എന്ന് ലഭിച്ചു. വളരെ വേഗം തന്നെയാണ് നമ്മളിവിടെ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ക്രിയേറ്റ് എ ഫ്ലട്ടർ ആപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് എ വെബ് വ്യൂ എന്ന് ഞാൻ ChatGPTയിൽ നൽകുന്നു. ഉടനെ തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻസും നമുക്ക് നൽകുകയാണ്. എങ്ങനെയാണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇനി pubspec.yaml എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വെബ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ആ വെബ് വ്യൂയിലേക്ക് നമുക്കൊരു ഇനീഷ്യൽ URL പാസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വെബ്സൈറ്റ് URL ആണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ആപ്പിൽ വർക്കാവും. ആ വെബ്സൈറ്റ് ആയിരിക്കും ഈ ആപ്പിൽ ലോഡ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തത്. സെക്കൻഡുകൾ കൊണ്ടാണ് നമുക്ക് വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ChatGPT ബിൽഡ് ചെയ്തത്. ഇനി ജാവയിൽ നമുക്ക് എങ്ങനെ ഒരു BMI കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നൽകുകയാണ് ക്രിയേറ്റ് എ BMI കാൽക്കുലേറ്റർ യൂസിങ് ജാവ എന്ന് നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇത് നൽകി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നു. ഉടനെ തന്നെ ജാവ കോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് BMI കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതായത് ഒരു സ്കാനർ ക്ലാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, യൂസറിൽ നിന്ന് ഇൻപുട്ട് വെയിറ്റ് പൗണ്ട്സിൽ റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈറ്റ് ഇഞ്ചസിൽ റീഡ് ചെയ്യുന്നു. എന്നിട്ടാണ് ഈ കാൽക്കുലേഷൻസ് എല്ലാം ഇത് ഇവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേണ്ടി കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ വേഗം എങ്ങനെ കോഡ് ജനറേറ്റ് ചെയ്യാം, അത് മൊബൈൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സാധാരണ കൺസോൾ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, GUI ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഏതായാലും ChatGPT ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. ഇങ്ങനെ നമുക്ക് വേണ്ടി കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഹെൽപ്ഫുള്ളാണ്. എന്നാൽ പോലും ഒരു പൂർണ്ണമായ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ലോട്ട് ഓഫ് എഫേർട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വേണം. പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ വരെ സോൾവ് ചെയ്യാനായിട്ട് കഴിവുണ്ട് ChatGPT എന്ന് ഇതുവരെ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡെവലപ്പർ അതല്ലെങ്കിൽ ബിഗിനർ എന്ന നിലയിലുള്ള പ്രോഗ്രാമർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് കോഡ് കോപ്പി ചെയ്ത് ജസ്റ്റ് പ്രോഗ്രാം നമുക്ക് ജനറേറ്റ് ചെയ്യാം. പക്ഷേ ആ കോഡിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ കോഡിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, ലോജിക്ക് ബിൽഡ് ചെയ്യുക, അതിനുശേഷം ഇതുപോലുള്ള ടൂളുകൾ ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.